ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ബേക്കറിയിലൊക്കെ പണ്ട് മുതലേ കിട്ടുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അതായത് ഹണി കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഹണി കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഇതൊരു 1/4 കപ്പ് പഞ്ചസാര ഉണ്ട് കേട്ടോ. നമ്മൾ പൊടിച്ചതൊന്നുമല്ല, സാധാരണ പഞ്ചസാര. പൊടിച്ച പഞ്ചസാരയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തൈര് ചേർക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക, അല്ലാതെ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിത് അതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ അലിയുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് മൈദയാട്ടോ എടുത്തിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇനി ഇതാ ഒരു കുറച്ച് ഉപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വെള്ളം ഒരിക്കലും ആഡ് ചെയ്യരുത്, പാലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതങ്ങ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമുക്കിത് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി വാനില എസൻസ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഹണിയുടെ ആ ഒരു ഫ്ലേവർ വരുമല്ലോ. അപ്പോൾ ഇനി ഇതങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രം സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്ത് അതിൻ്റെ മേലെ നമ്മൾ മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ, സാധാരണ ഒരു പാത്രം. അതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇതിലൊഴിക്കുന്നില്ല, ഞാൻ വേറൊരു ട്രേ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിലൊഴിക്കുന്നുണ്ട്, കുറച്ച് അതിൽ കൂടെ 2ൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ്, ഞാൻ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ ഇതിനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരമായി നമ്മളെ ബാറ്റർ വെച്ചിട്ടുള്ള ആ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വിസിലെടുത്തിട്ട് വേണം മൂടി വെക്കാൻ. മൂടി വെച്ചിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്, കറക്റ്റ് ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് ചെറുങ്ങനെ തണിഞ്ഞതിന് ശേഷമാണ് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ കത്തി എടുത്തിട്ട് കുത്തിയിട്ടുള്ള എൻ്റെ മാർക്സ് ആട്ടോ ഈ കാണുന്നത്. ഇതാ കണ്ടില്ല, നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കാനുള്ള ഒരു സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് കുറച്ച് തേൻ, നമുക്ക് ആവശ്യമുള്ളത്ര തേൻ എടുക്കാം കേട്ടോ. തേനിൻ്റെ ടേസ്റ്റ് കൂടുതലാവുമ്പോഴാണല്ലോ ആ ഒരു ഹണി കേക്കിന് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടുക. ഇതൊന്ന് ജസ്റ്റ് അലിഞ്ഞാൽ മതി, നന്നായിട്ട് കുറുകി വരണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കേക്കിൽ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കണം. സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ടൂത്ത് പിന്ന് കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളെ
എന്താ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, ഹണിയുടെയും അതേപോലെ തന്നെ ആ ഒരു ഷുഗർ സിറപ്പിൻ്റെയും, അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഹണി കേക്ക് ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ല. അത് ഇതുപോലെ തന്നെ നമ്മൾ ചൂടാക്കുക എന്നുണ്ടെങ്കിൽ അത് അലിഞ്ഞ് ഇതുപോലെ വന്നോളും. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേനാണ്. തേന് നമുക്കിഷ്ടമുള്ള ഒരു രീതിയിൽ എടുക്കാം. കൂടുതൽ തേനിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്കിലെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തേനും ആ ഒരു ജാമും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ജാം കുറച്ചിങ്ങനെ ഒരു ജെൽ ടൈപ്പ് ആ ഒരു രീതിയിലല്ല, അതൊന്ന് നന്നായിട്ട് ഉരുകി വരുന്ന ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. നമുക്ക് ആ മേലെ ഇടാനുള്ള ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നവരെ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ കേക്കിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും, അതായത് മുകളിൽ എല്ലാ ഭാഗത്തും. നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു കോട്ടിങ് ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ ഇത്. ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ഒരു കാണാനൊക്കെ ഒരു ഭംഗി, പിന്നെ ഇടയ്ക്കൊക്കെ തേങ്ങയുടെ ആ ഒരു ഇത് കടിക്കാൻ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഹണി കേക്ക് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.